നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെക്കുറിച്ച് ഒരു പരാതി ഉയർന്നിരിക്കുകയാണ്. മുമ്പും അദ്ദേഹത്തിനെതിരെ നിരവധി പരാതികൾ ഉയർന്നിട്ടുണ്ട്. ഇപ്പോൾ ഉയർന്നിരിക്കുന്ന പരാതി CRPFൻ്റേതാണ്. നമുക്കറിയാം, CRPF ആണ് രാഹുൽ ഗാന്ധിക്ക് ഇസഡ് കാറ്റഗറിയിലുള്ള സുരക്ഷ നൽകുന്നത്. Z+ കാറ്റഗറിയിലുള്ള സുരക്ഷയാണ് അദ്ദേഹത്തിന് നൽകി വരുന്നത്. CRPFൻ്റെ ഏതാണ്ട് സായുധരായ 10 മുതൽ 12 വരെ സേനാംഗങ്ങൾ, കമാൻഡോകളാണ് രാഹുലിന് സുരക്ഷ ഒരുക്കുന്നത്. അദ്ദേഹം എവിടെ പോയാലും ഇവർ ഒപ്പമുണ്ടാകും. അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നത് പോലും അവർ പരിശോധിച്ചതിന് ശേഷമാണ് രാഹുൽ ഭക്ഷണം കഴിക്കുന്നത്. അവർ പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ഭക്ഷണമാണ് രാഹുൽ കഴിക്കുന്നത്. അങ്ങനെ വളരെ പിഴവുറ്റ, യാതൊരു പഴുതുകളുമില്ലാത്ത സുരക്ഷയാണ് രാഹുലിന് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആ CRPF തന്നെ രാഹുലിനെതിരെ പരാതിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. അതവർ ഔദ്യോഗികമായി ഗവൺമെൻറ് ഓഫ് ഇന്ത്യയെ അറിയിച്ചിട്ടുണ്ട്. AICC നേതാവ് മല്ലികാർജുൻ ഖാർഗെയ്ക്ക് അവർ ഒരു കത്തും നൽകിയിട്ടുണ്ട് ഇത് സംബന്ധിച്ച്. ആ കത്തിൻ്റെ പകർപ്പ് രാഹുൽ ഗാന്ധിക്കും അവർ കൊടുത്തിട്ടുണ്ട്. ആ കത്തിൽ പറയുന്ന കാര്യങ്ങൾ വളരെ ഗൗരവകരമാണ്. രാഹുൽ പ്രോട്ടോകോൾ ലംഘിക്കുന്നു. മുൻകൂട്ടി അറിയിക്കാതെ വിദേശ യാത്രകളടക്കം നടത്തുന്നു. അപ്പോൾ രാഹുൽ വിദേശത്തേക്ക് പോകുന്നു എന്നുള്ളത് മുൻകൂട്ടി അറിയിച്ചാൽ മാത്രമേ ഈ CRPFൻ്റെ കമാൻഡോകൾക്ക് രാഹുലിനൊപ്പം പോകാൻ കഴിയുകയുള്ളൂ. കാരണം ഇന്ത്യക്കകത്ത് എവിടെയെങ്കിലും പോകുന്നത് പോലെ അല്ലല്ലോ ഇന്ത്യക്ക് പുറത്തേക്ക് പോകുന്നത്. വിദേശയാത്രയ്ക്ക് പാസ്പോർട്ട് വേണം. അതിനനുസരിച്ചുള്ള അറേഞ്ച്മെൻറ്റ്സ്, ഒരുക്കങ്ങളെല്ലാം നേരത്തെ നടത്തണം. അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം രാവിലെ ഞാനിന്ന് ഉച്ചയ്ക്ക് അല്ലെങ്കിൽ വൈകിട്ട് ഞാൻ മലേഷ്യയിൽ പോവുകയാണ് എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധി ചാടി ഇറങ്ങിയാൽ, രാഹുൽ ഗാന്ധിക്ക് പാസ്പോർട്ടുണ്ട്, രാഹുൽ ഗാന്ധിക്ക് പ്ലെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്താൽ കിട്ടും, രാഹുൽ ഗാന്ധിക്ക് അങ്ങ് പോകാം. പക്ഷേ ഈ സുരക്ഷ ഒരുക്കുന്ന ഈ CRPFൻ്റെ കമാൻഡോകൾ എങ്ങനെ രാഹുലിനൊപ്പം പോകും? ഇതിൽ പാസ്പോർട്ട് ഉള്ളവരും ഇല്ലാത്തവരും ഉണ്ടാകാം, നമുക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ പാസ്പോർട്ട് ഉള്ളവരെ വേണം അതിന് നിയോഗിക്കാൻ. നിരവധി പ്രശ്നങ്ങൾ അതിനകത്തുണ്ട്. അതുപോലെ തന്നെയാണ് പ്രോട്ടോകോൾ ലംഘിക്കുന്നത്. പ്രോട്ടോകോൾ അനുസരിച്ച് ആര്, എവിടെ, എപ്പോൾ, എങ്ങനെ പെരുമാറണം എന്നുള്ളത് നമ്മുടെ ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമാണ്, സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. അവിടെ ആ ചട്ടങ്ങളെല്ലാം ലംഘിച്ച് ഇഷ്ടമുള്ള സമയത്ത് വരിക, പരിപാടി തീരുന്നതിന് മുമ്പ് ഇറങ്ങിപ്പോവുക, അതുപോലെ തനിക്ക് അനുവദിച്ചിരിക്കുന്ന സ്ഥാനത്തല്ലാതെ മറ്റൊരിടത്തിരിക്കുക, ഇതൊക്കെ ചെയ്താൽ അത് കൃത്യവിലോപമാണ്, പ്രോട്ടോകോൾ ലംഘനമാണ്. ഇപ്പോൾ രാഹുൽ ഏത് വിധത്തിലുള്ള പ്രോട്ടോകോൾ ലംഘനമാണ് നടത്തിയത് എന്ന് മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിട്ടില്ല. പക്ഷേ പ്രോട്ടോകോൾ ലംഘനം നടത്തി എന്ന് കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ രാഹുൽ വളരെ നിരുത്തരവാദപരമായിട്ട് പെരുമാറുന്നു എന്നുള്ളത് ഇതാദ്യമല്ല. ഇതിനു മുമ്പും നമ്മൾ കണ്ടതാണ്. ലോക്സഭയിൽ അദ്ദേഹത്തിന് അനുവദിച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹം പ്രസംഗിക്കില്ല. അദ്ദേഹം പ്രസംഗിക്കാൻ, മറ്റാർക്കെങ്കിലും പ്രസംഗിക്കാനുള്ള അവസരം മുതലെടുത്തുകൊണ്ട് അതിനകത്ത് കയറി അദ്ദേഹം ബഹളം ഉണ്ടാക്കും. എന്നിട്ട് എല്ലാവരോടും വിളിച്ചു കൂവും, ഈ മോദി എന്നെ മിണ്ടാൻ അനുവദിക്കുന്നില്ല, വായ് തുറക്കാൻ അനുവദിക്കുന്നില്ല, നിങ്ങൾക്ക് എന്നെ അങ്ങനെ നിശബ്ദനാക്കാൻ കഴിയില്ല, ഞാൻ ഈ രാജ്യത്തെ ജനങ്ങളോടാണ് സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് രാഹുൽ വലിയ രീതിയിൽ മാധ്യമങ്ങൾക്ക് മുന്നിലൊക്കെ വന്ന് ഇങ്ങനെ അലമുറയിടുന്നത് കാണാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരിക്കൽ പാർലമെന്റിൽ വെച്ച് അദ്ദേഹം നരേന്ദ്രമോദിയെ പരസ്യമായിട്ട് കെട്ടിപ്പിടിച്ച് കവിളത്തൊരു ഉമ്മ കൊടുക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ഇപ്പോഴല്ല, വർഷങ്ങൾ പലത് കഴിഞ്ഞു. ഒരു കുട്ടി എങ്ങനെയാണോ പെരുമാറുന്നത്, സ്കൂളിലും നഴ്സറിയിലും വീട്ടിലും ഒക്കെ പെരുമാറുന്നത്, അതുപോലെയാണ് പലപ്പോഴും രാഹുലിൻ്റെ പെരുമാറ്റം കാഴ്ചക്കാർക്ക് അനുഭവപ്പെടുന്നത്. ഇവിടെ ഈ പറയുന്നത് പോലെ പ്രോട്ടോകോൾ ലംഘിച്ച് ഈ കാര്യങ്ങൾ ചെയ്യുക, അതുപോലെ തനിക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്ന സമയത്ത് അല്ലാതെ സംസാരിക്കുക, പാർലമെന്റ് നടപടികൾ തടസ്സപ്പെടുത്തുക, തികച്ചും വ്യാജമായ ആരോപണങ്ങൾ ഉന്നയിക്കുക, ഇതൊക്കെ ഒരിക്കലും ഒരു പ്രതിപക്ഷ നേതാവിന് യോജിച്ചതല്ല.
നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രി എത്രത്തോളം ശക്തനാണോ അത്രയും ശക്തനാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ്. അദ്ദേഹം ഭരണത്തെ അല്ലെങ്കിൽ ഭരിക്കുന്ന പ്രധാനമന്ത്രിയെയും മന്ത്രിസഭയെയും ഒക്കെ തിരുത്തുന്ന ആളാണ്. അവർക്ക് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചാൽ അത് ചൂണ്ടിക്കാണിക്കുകയും അതിനെതിരെ നടപടി ആവശ്യപ്പെടുകയും അതിനെ തിരുത്തിക്കുകയും ചെയ്യുന്ന ഒരു ഫോഴ്സാണ്, ഒരു ശക്തിയാണ് രാജ്യത്തെ പ്രതിപക്ഷത്തെ നയിക്കുന്ന പ്രതിപക്ഷ നേതാവ്. ആ പ്രതിപക്ഷ നേതാവിന് പ്രധാനമന്ത്രിയോളം തന്നെ ഗൗരവം, പ്രാധാന്യം നമ്മുടെ ജനാധിപത്യം നൽകുന്നു. പക്ഷേ അങ്ങനെയുള്ള ആ ഒരു ഗൗരവം തൻ്റെ പെരുമാറ്റത്തിൽ ആ പദവിയിൽ ഇരുന്നു കൊണ്ട് രാഹുൽ പ്രകടിപ്പിക്കുന്നില്ല എന്നാണ് BJP പ്രധാനമായിട്ടും പരാതിപ്പെടുന്നത്. പലപ്പോഴും അത് കാഴ്ചക്കാർക്കും തോന്നിയിട്ടുണ്ട്. അവരെ കുറ്റം പറയാൻ സാധിക്കില്ല. വളരെ നിരുത്തരവാദപരമായി സംസാരിക്കുക, പെരുമാറുക, ഇതൊക്കെ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്ന് മുമ്പും വന്നിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം ചൂട് പിടിച്ചാണ് CRPF ഇപ്പോൾ കത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് ശരിയല്ല, ഇത് തിരുത്തണം എന്നാണ് ആ കത്തിൻ്റെ ആ ഉള്ളടക്കം പറയാതെ പറയുന്നത്. അതാണ് ഈ VIP സുരക്ഷാ വിഭാഗം മേധാവിയാണ് ഈ കത്ത് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാവും, ഇത് നിസ്സാരപ്പെട്ടൊരു കാര്യമല്ല. CRPFൻ്റെ VIP സുരക്ഷ, വെരി ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ, സുരക്ഷാ മേധാവി, ഇപ്പോൾ നമുക്ക് RSSൻ്റെ സർസംഘചാലകം ഡോക്ടർ മോഹൻ ഭാഗവത് ഉണ്ട്, അദ്ദേഹത്തിന് Z+ കാറ്റഗറിയാണ്. അതുപോലെ നമ്മുടെ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉണ്ട്, അദ്ദേഹത്തിന് Z+ കാറ്റഗറിയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇതൊക്കെ നമ്മുടെ രാജ്യത്തെ ഇൻ്റലിജൻസിൻ്റെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പ്രധാനപ്പെട്ട നമ്മുടെ രാജ്യത്തെ വ്യക്തികൾക്ക്, നേതാക്കൾക്ക്, പ്രമുഖ വ്യക്തിത്വങ്ങൾക്കൊക്കെ സുരക്ഷ കൊടുക്കുന്നത്. എനിക്കറിയാം, ഇപ്പോഴും ISROയിൽ നിന്ന് റിട്ടയർ ചെയ്ത അതിൻ്റെ ഡയറക്ടറായിരുന്ന ആൾക്കാർക്ക് ഇപ്പോഴും CRPFൻ്റെ സുരക്ഷയുണ്ട്, CISFൻ്റെ സുരക്ഷയുണ്ട്. അവർ റിട്ടയർ ചെയ്തു, സ്വസ്ഥ ജീവിതം, ബാക്കി വിശ്രമ ജീവിതം കുടുംബത്തിരുന്ന് നയിക്കുകയാണ്. അവർ അവരുടേതായ കാര്യം നോക്കി പോകുന്നു. വയസ്സായി, ഏതെങ്കിലുമൊക്കെ പരിപാടിയിൽ ആരെങ്കിലുമൊക്കെ വിളിച്ചാൽ പോവും, സംസാരിക്കും, അതിലൊക്കെ പങ്കെടുക്കും എന്നല്ലാതെ അവരാരും ഇപ്പം മുഖ്യധാരയിലില്ല. പക്ഷേ അവർക്ക് ഇപ്പോഴും CRPFൻ്റെയോ CISFൻ്റെയോ ഒക്കെ സെക്യൂരിറ്റി അവർക്ക് കൊടുക്കുന്നുണ്ട്. കാരണം അവർ ഒരു കാലത്ത് അവരുടെ തലച്ചോറ് രാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചു. അങ്ങനെ പ്രവർത്തിച്ചപ്പോൾ രാജ്യത്തിൻ്റെ ബഹിരാകാശവുമായി ബന്ധപ്പെട്ട പല രഹസ്യങ്ങളും അവരുടെ തലച്ചോറിലുണ്ട്. അതിനെ സംരക്ഷിക്കണം, അത് കേടുവരാതെ നോക്കണം, അത് ചോർന്നു പോകാതെ നോക്കണം എന്നതുകൊണ്ടാണ് അവർക്ക് ആ സുരക്ഷ കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ സുരക്ഷയ്ക്ക് വിധേയനായി വർത്തിക്കുന്ന വ്യക്തി ഇതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ട് പെരുമാറണം. പ്രത്യേകിച്ചും ഇപ്പോൾ ഈ വർത്തമാനകാലത്ത് പദവികൾ വഹിക്കുന്നവർ തീർച്ചയായിട്ടും അതിൻ്റെ ഗൗരവം ഉൾക്കൊള്ളണം. അവിടെ നിരുത്തരവാദപരമായി പെരുമാറരുത്, അലസരാകരുത്, അവർ പ്രോട്ടോകോൾ ലംഘനം നടത്തരുത്. വിദേശയാത്ര നടത്തുമ്പോൾ തീർച്ചയായിട്ടും മുൻകൂട്ടി അറിയിക്കണം. അവിചാരിതമായിട്ട് വേണ്ടിവരുന്ന യാത്രകൾക്ക് ശരിയാണ്, നമുക്ക് പെട്ടെന്ന് അറിയിക്കാൻ പറ്റില്ല, എന്നാലും അതിനുള്ള സംവിധാനം നമ്മൾ നോക്കണം. പക്ഷെ ഇതൊന്നും രാഹുലിൻ്റെ കാര്യത്തിൽ സംഭവിക്കുന്നില്ല. ഇവിടെ ഉയരുന്ന സംശയം, എന്തുകൊണ്ട് രാഹുൽ ഇങ്ങനെയൊക്കെ പെരുമാറുന്നു? ഇതിൻ്റെ പുറകിൽ എന്തെങ്കിലും അജണ്ടയുണ്ടോ? BJP നിരവധി ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് രാഹുലിൻ്റെ വിദേശയാത്രയെ സംബന്ധിച്ച്. സത്യത്തിൽ അതിനെയെല്ലാം ശരിവയ്ക്കുന്ന വിധത്തിലല്ലേ ഈ പ്രോട്ടോകോൾ ലംഘനവും ഈ പറയുന്നത് പോലെ സുരക്ഷ വീഴ്ച വരുത്തുന്ന തരത്തിൽ പെരുമാറ്റവും ഒക്കെ രാഹുൽ നടത്തുന്നത്? അതിനെ ശരിവയ്ക്കുന്ന തരത്തിലല്ലേ? ഇത് കോൺഗ്രസ് നേതൃത്വവും ഇത് മനസ്സിലാക്കി അദ്ദേഹത്തെ ഉപദേശിച്ച് ശരിയായ വഴിക്ക് നടക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിക്കണം. അദ്ദേഹം കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവാണ്, രാജ്യത്തെ പ്രതിപക്ഷ നേതാവാണ്. പക്ഷെ അതുകൊണ്ട് അദ്ദേഹത്തിന് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമില്ല, എന്തും പറയാനും പ്രവർത്തിക്കാനുമുള്ള സ്വാതന്ത്ര്യം അത് നൽകുന്നില്ല എന്ന തിരിച്ചറിവ് കുറഞ്ഞ പക്ഷം കോൺഗ്രസ് നേതാക്കൾക്കെങ്കിലും വേണം. ഇവിടെ നമ്മുടെ പ്രധാനമന്ത്രിയും പ്രസിഡന്റും ഉപരാഷ്ട്രപതിയും അതുപോലെ തന്നെ നമ്മുടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയൊക്കെ, അങ്ങനെ നിരവധി പേരുണ്ട്. അവരെല്ലാവരും സുരക്ഷാ ഉദ്യോഗസ്ഥർ പറയുന്നത് അനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ഞാൻ പ്രധാനമന്ത്രിയാണ്, അതുകൊണ്ട് എനിക്ക് ഇഷ്ടം ഉള്ളതുപോലെ ഞാൻ പ്രവർത്തിക്കുമെന്ന് തീരുമാനിക്കാൻ നമ്മുടെ പ്രധാനമന്ത്രിക്ക് കഴിയില്ല. അദ്ദേഹം തീർച്ചയായിട്ടും സുരക്ഷാ ഉദ്യോഗസ്ഥർ പറയുന്നത് അനുസരിച്ച് തന്നെയാണ് പ്രധാനമന്ത്രിയും പ്രസിഡന്റും ഒക്കെ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് അത് മാതൃകയാക്കി രാജ്യത്തെ പ്രതിപക്ഷ നേതാവും വളരെ ഗൗരവത്തോടു കൂടി
ഈ കാര്യത്തിൽ പെരുമാറണം എന്നാണ് പൊതുസമൂഹത്തിന് പറയാനുള്ളത്. BJP ഉന്നയിക്കുന്ന ആക്ഷേപങ്ങളും ആരോപണങ്ങളും അവിടെ നിൽക്കട്ടെ, അതൊക്കെ രാഷ്ട്രീയമാണ്. രാഷ്ട്രീയത്തിൽ കൊണ്ടും കൊടുത്തുമാണ് ആൾക്കാർ മുന്നോട്ട് പോകുന്നതും വലുതാകുന്നതും തളർന്നു പോകുന്നതുമൊക്കെ. അതുകൊണ്ട് ആ ആരോപണ പ്രത്യാരോപണങ്ങൾക്കല്ല, മറിച്ച് CRPF ഇങ്ങനെ ഒരു കത്ത് കൊടുത്തിരിക്കുന്നു, ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു, അതിൻ്റെ പകർപ്പ് ഒരു കത്തിൻ്റെ രൂപത്തിൽ അത് കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുന ഖാർഗെയ്ക്ക് കൊടുത്തിരിക്കുന്നു, രാഹുൽ ഗാന്ധിക്കും ഒരു കോപ്പി കൊടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ വിഷയം നിസ്സാരമല്ല. രാഹുൽ എന്തുദ്ദേശിച്ചാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? ഇത് അവസാനിപ്പിക്കേണ്ട കാലം കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ജീവന് ആപത്തുണ്ടായാൽ ആര് സമാധാനം പറയും? ഈ കോൺഗ്രസ്സുകാരെല്ലാം കൂടി ഇത് മോദി സർക്കാരിൻ്റെ വീഴ്ചയാണ് എന്ന് കുറ്റപ്പെടുത്തുകയല്ലേ ഉള്ളൂ. രാഹുൽ ചെയ്തതും ചെയ്യാത്തതുമൊക്കെ അപ്പോൾ ചർച്ചയാകില്ല തീർച്ചയായിട്ടും. അതുകൊണ്ട് ഈ കോൺഗ്രസ് നേതൃത്വം തന്നെ മുൻകൈയെടുത്ത് രാഹുലിനെ ഈ പെരുമാറ്റച്ചട്ടം പ്രോട്ടോകോൾ അനുസരിച്ച് മുന്നോട്ട് പോകാനും സുരക്ഷാ കാര്യങ്ങളിൽ വീഴ്ച വരുത്താതെ ഇരിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുകയും ചെയ്യണം എന്നാണ് നമുക്കൊക്കെ പറയാനുള്ളത്.